ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ നോക്കിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കണക്കാം. അപ്പോൾ ഞാനിത് അവിടെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിത് ഒട്ടും വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ളൊരു ജാറ് വേണം നമുക്ക് എടുക്കാൻ. അതിലേക്ക് ഞാൻ 250 ml ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് റവ ഇതിലേക്ക് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് സെയിം കപ്പ് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു അളവ് പാത്രം എടുത്താലും മതി. അപ്പോൾ അതേ സെയിം പാത്രം തന്നെ നമുക്ക് മെഷർ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഒരുപാട് ഫൈനായിട്ട് പൊടിഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ, എന്നാലും പരമാവധി പൊടിച്ചെടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അപ്പോൾ ഞാനിതവിടെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊട്ടും തന്നെ വെള്ളമല്ല, ഡ്രൈ ആയിട്ടുള്ളൊരു ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ഓപ്ഷനിലാണ്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവയും പഞ്ചസാരയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണും പകുതി ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് കണ്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ അടിച്ചെടുക്കാൻ. ഇതാണ് ഇതിൻ്റെ ഒരു പരിവം. അപ്പോൾ ഞാൻ ഇതുപോലൊരു പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാനിതിവിടെ ബേക്ക് ചെയ്ത് കണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേപ്പർ ഗ്ലാസ്സിലേക്ക് ഇതിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതാ അത് വെച്ചിട്ട് ഇത്രയും ഗ്ലാസ്സിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ആവിയിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് വേവായപ്പോൾ തന്നെ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവ വെച്ചിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തിട്ട് മറക്കാതെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.